വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീനിലെ രാജാവ്, അത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതും അത്ര പോപ്പുലറായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല. അത് ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് വേണ്ട ഒരു മുറി തേങ്ങ, അത് കൊത്തി ശരിയാക്കണം. പിന്നെ ഒരു 1/4 കിലോ ഉള്ളി, ചെറുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, പിന്നെ ചതക്കണ ഒരു ഉരല്. നമുക്ക് ഇനി ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചതച്ചിട്ട് എടുക്കണം. ഫുള്ള് ഐറ്റംസ് ചതച്ചിട്ട് എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചതച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ സ്പീഡായിട്ട് തന്നെ ഇത് അധികം സമയം വേണ്ടത്, അതുകൊണ്ട് വേഗം ചെയ്യാം കേട്ടോ. ആദ്യം ചട്ടി തീ വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയത് കുടപ്പുളി, ഒരു 4 കുടപ്പുളിയുടെ അല്ലി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ കുടപ്പുളിയുടെ വെള്ളം ആവശ്യമുണ്ട്. ഇത് വെള്ളം പറ്റി കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തുടങ്ങാം. ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങ കൊത്ത്. നടുക്ക് ഇങ്ങനെ ബോറടിക്കില്ലെങ്കിൽ ഒരു വർഷത്തിൽ തിന്നോട്ടോ, ഞാൻ പറയുന്നില്ല ഒന്നും. നല്ല രസമുണ്ട്. ചട്ടിയാണ്ട് തീ കത്തി സെറ്റായിട്ടുണ്ട്. യെസ്, വെള്ളം മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട്. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണട്ടോ. ഇനി സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് അറിയാത്തവരുണ്ടാവില്ല. അറിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക. ബെൽ ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇടുന്നത് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. 1-2 വീഡിയോ എന്നല്ല, വീഡിയോ സബ്സ്ക്രൈബേഴ്സിനാണെന്ന് നോക്കി നമ്മുടെ വീഡിയോ വിലയിരുത്തത്. 130 വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വ്യൂവേഴ്സൊക്കെ കുറവ് തന്നെയാണ്. നമ്മൾ വലിയ സംഭവം ഒന്നും പറയണമെന്നില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഓരോരോ ഡിഷുകൾ ഇങ്ങനെ കാണുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയണുള്ളൂ. അല്ലാതെ വേറെ ഭയങ്കര സോസ് അത് ഇതൊന്നും വാങ്ങിയിട്ട് അങ്ങനെ ചെയ്യണ്ട. അല്ല, അങ്ങനെ ചെയ്യുന്നവർ ചെയ്തോ. ഞാൻ കാണിക്കുന്ന കുക്കിങ്ങിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. വേണ്ട, നാടൊരു മൺചട്ടി എടുത്തു, വെളിച്ചെണ്ണ, അത് കുപ്പിയിൽ അല്ല അടപ്പില്ലാത്തൊരു വെളിച്ചെണ്ണ കുപ്പി എടുത്തു കുറച്ച് എന്താ വെളിച്ചെണ്ണ അവിടെ വെച്ചു. ചിലപ്പോൾ വെള്ളമുണ്ട്, അത് പൊട്ടിപ്പോക്കട്ടെ. അത് ശരി, കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. കാണുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്, എന്താണോ കുഴപ്പമില്ല. നന്നായി ചൂടാട്ടെ. നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഇതിൽ സിമ്പിളല്ലാത്ത കാര്യങ്ങൾ തരാം. അത് സിമ്പിളാന്ന് ചെമ്മീൻ നന്നാക്കാൻ കുറേ സമയം എടുക്കും. ഉള്ളി നന്നാക്കാൻ അത്ര സമയമല്ല. അതൊക്കെയല്ലേ പണികളുള്ളൂ, ബാക്കിയൊക്കെ ഈസി കേട്ടോ. ഓക്കെ, വെളിച്ചെണ്ണ മൂത്തെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇല്ല, കുറച്ചും കൂടി നോട്ടെ. വെള്ളം പൊട്ടുന്ന പിന്നെ ഒരു പാൽ കപ്പേര, അത് ഞാൻ ഇപ്പോൾ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഇന്ന്. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന വീഡിയോ തന്നെയാണ്. പിന്നെ ഇത് മുമ്പത്തെ വീഡിയോ, ഇനി ഒരു വീഡിയോ പെൻഡിങ് എടുക്കണ്ട, അത് വരുന്നുണ്ട്. ഇതും അതും അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും, അല്ല ഇറങ്ങിയോളും. വീഡിയോസ് നമ്മുടെ സമയബന്ധിതമായിട്ട് നമ്മൾ സമയമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കട്ടോ. ഇനി ആരും ഇനി വിട്ടുപോകാൻ നിൽക്കണ്ട. വേപ്പില വേണ്ടി മാറ്റി വെച്ചു. ശരിക്കില്ല, പരമാവധി വീഡിയോയുടെ ടൈം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് ബോറടിപ്പിക്കാൻ നോക്കാം ചുരുക്കം. ഇത് സബോളേക്കാളും നല്ലത് തന്നെയാണ് കേട്ടോ. ഏകദേശം ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ. നന്നായി മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളി വെളുത്തുള്ളി നല്ല മണക്കം വരട്ടെ, മൂത്തത്. ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ വാടാനുള്ളത്. ഉപ്പ് പാകത്തിനാണ്, പിന്നെ പറയേണ്ട കാര്യമല്ലോ. വേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേപ്പിലകൾ കിടന്നോട്ടെ. വേപ്പില അങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഇട്ടോട്ടോ. ഇന്ന് വേപ്പിലേരം മണക്കമല്ലേ മൂത്ത് വരുന്നത്. ആ സമയത്ത് നമുക്ക് വീണ്ടും നമ്മുടെ
ചെക്കിങ് മൂക്കുകൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ തേങ്ങയുടെ കൊത്തൊന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. വാടില്ല, അങ്ങനെ മൂക്കട്ടെ. ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാവണ്ട. എന്നാലും നമുക്ക് മിളകിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ചെയ്തെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മിളക് മൂപ്പ് കൂടും. അപ്പോൾ ഇതൊന്ന് സെറ്റായിക്കോട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഇത്ര തന്നെ ആയിക്കോട്ടെ, വല്ലാണ്ട് കുറഞ്ഞ രസം ഉണ്ടാവില്ല. ഞാൻ ഒഴിച്ചത് കൂടിയതല്ല കേട്ടോ, ചുരുക്കം വന്നാൽ അങ്ങനെയൊക്കെ നോക്കി കണ്ട് തന്നെ ഒഴിക്കുള്ളൂ. വെറുതെ വെളിച്ചെണ്ണ കുറേ കൂടുതൽ ഒഴിച്ചിട്ട് ശരീരത്തിനും കേട് പോക്കറ്റിനും കേട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ. കൂടുതൽ ചെമ്മീൻ നന്നായിട്ട് കിട്ടാണ്ട് ഇപ്പോൾ. അത് ഞാൻ പല വീഡിയോകളിലും പറയണൊരു കാര്യമാണ്, കൂടുതൽ അവൈലബിൾ ആവുന്ന സമയത്ത് മേടിച്ച് കഴിക്കുക. ചിലർ കൂർക്കയ്ക്ക് 80 രൂപയുള്ളപ്പോഴേ അവർക്ക് ടേസ്റ്റ് തോന്നുന്നു. കൂർക്കയ്ക്ക് വില കുറയണ സമയത്ത് കൂർക്ക വിലയില്ല. അങ്ങനെ വേണ്ട, ഞാൻ തിരിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. വെറുതെ സ്റ്റൈലിന് വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളല്ല. അതായത് ഇപ്പോൾ ചെമ്മീൻ നന്നായി അവൈലബിളാണ്. ഇപ്പോൾ പോയിട്ട് വേറെ മീൻ വെച്ചിട്ട് കറി വയ്ക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ചെമ്മീൻ മേടിച്ചു, നമ്മൾ സാധാരണ വലിയ പോണ കാര്യങ്ങളാണ് നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്. അതിങ്ങനെ ഇനി നമുക്ക് ഇതിൽ നന്നായി പച്ചമുളക് അരച്ച് ചേർത്ത് തന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് ഇടുക ഇതിലേക്ക്. ഇട്ടോട് കേട്ടോ. ഇത് വല്ലാണ്ട് അങ്ങനെ മൂക്കണ്ട. ഉണ്ടോ അതെന്തെങ്കിലും മുളക് പൊടി കുറവിടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ രസമാണ് ഇതിന് കൂടുതലുണ്ടാവുക. ഇട്ടിട്ട് മുളകും ഇത് മൂത്തതിന് ശേഷം ആയിട്ടില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മൂക്കൊണ്ടുള്ള ദിലീപ് മറ്റേ സിനിമയിൽ കാണിക്കണം, മൂക്കൊണ്ടാണ് ടേസ്റ്റ് പറയാന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ സംഭവം ഞാൻ ശരിയാക്കി കഴിക്കുമ്പോൾ പറയാൻ തെറ്റാണ്. ഇത് അതിൻ്റെ ഇടയിൽ കൂടെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഇടയിൽ കഴിയുന്നുണ്ട് പണികൾ. കഴിക്കുമ്പോൾ പറയാം, അല്ലെങ്കിൽ 2 ഡിഷും കൂടി വേണം കൊളാക്കും. നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ആകെ പ്രശ്നമാവും. വേണമെങ്കിൽ ഇങ്ങനെ തേങ്ങാകൊത്ത് കറി വെച്ചാൽ അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നണം. നല്ല രസം ഉണ്ടാവും എന്നൊക്കെ തോന്നണം. നല്ല മണം. നെക്സ്റ്റ് എന്താണ്, ചെമ്മീൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ കേസ് തന്നെയാവും. എന്നാലും ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞില്ല എന്ന് പറയും. ചെമ്മീൻ നന്നാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞളിട്ട് തിളപ്പിച്ചു. അതിൽ വെള്ളം കളഞ്ഞ് ക്ലിയറാക്കി വെച്ചു. ഓക്കെ, ഡിഷ് ചെമ്മീൻ നന്നാക്കണ പണി തന്നെയാണ് കൂടുതലുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും വലിയ പണി പോലെ തോന്നുന്നില്ല. ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ പുളിയിൽ വെള്ളം അങ്ങനെ ഒഴിച്ചു വെക്കും. അതിലിങ്ങനെ കിടന്നോട്ടെ കേട്ടോ, കുടപ്പുളി വെള്ളത്തിൽ. ഒന്ന് സെറ്റാവാണ്ട് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മൾ ഈ ചെമ്മീൻ്റെ വെള്ളം തെറ്റി വീണ്ടും. കുടപ്പുളിയുടെ വെള്ളം മാത്രമല്ല, കുടപ്പുളി കണ്ട് ഇട്ടെടുത്തോട്ടാ. ഇത് ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് ശരിക്കും ചെമ്മീൻ വെന്തുണ്ട്. ബാക്കി ഉപ്പൊക്കെ നമുക്ക് നോക്കാം. ഈ ചെമ്മീനും പിന്നെ തേങ്ങയും ഒക്കെ കൂടിയിട്ട് നല്ല രസം ഉണ്ടാവും സംഭവം. ഇരിക്കട്ടെ കേട്ടാ, മൂടി വെച്ചിട്ട് വേവിക്കാം. കറി സെറ്റായിട്ടുണ്ട്, നോക്കിയേ. വീഡിയോ ഒന്നും ഇങ്ങോട്ട് കാണിച്ചോ. എന്നിട്ട് ഇനി എന്ത് ചെയ്യാമല്ലോ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കറിവേപ്പിലയിൽ ഇങ്ങനെ 4 ഇതാക്കി. അതിന് ശേഷം ടീസ്പൂൺ ഇങ്ങനെ വയ്ക്കുക. കുറച്ച് ഓൾറെഡി എണ്ണയുണ്ട്, അപ്പോൾ നമ്മൾ സ്വല്പം അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒന്ന് ഒഴിക്കുക. ചില കാര്യങ്ങൾ ചെയ്താൽ ഭംഗിയുണ്ടാവുക. പച്ച വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കി പിന്നെ ഇളക്കിയിട്ട് ഓക്കെ. ഇനി മെല്ലെ ഒന്ന് മൂടി വയ്ക്കുക.
തീ ഓഫ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യാട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് ആക്ഷൻ ടേസ്റ്റിങ്. അത്രേ ഉള്ളൂ. ഏത് ബൗളിലെടുക്കണം? ഇപ്പം വേണ്ട പച്ച വെളിച്ചെണ്ണ ഈ വേപ്പിലേക്ക് മണം വന്ന് സെറ്റായിട്ട് ഇട്ടാ കറി. ഇനിയൊന്നുമില്ല, സിമ്പിളായിട്ട് കുറച്ചും കൂടി കോരി എടുക്കുക. കുറച്ച് ഇത് പുളി വെള്ളം. പിന്നെ ഈ ചെമ്മീൻ ഞങ്ങൾക്ക് എന്താണ് ഫ്രഷ് ചെമ്മീൻ കിട്ടി. വഞ്ചിക്കാർ കണ്ടച്ചങ്ങടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അവിടെ പോകേണ്ടത് കണ്ടപ്പോൾ അമ്മ മേടിച്ച് വെച്ചതാണ് സംഭവം. ഇനി ടേസ്റ്റിങ് ടൈം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ ഒരു സാധനം കുക്ക് ചെയ്യുന്നത് കാണിച്ചില്ലേ, ഇതെന്തൊരു സംഭവം വെച്ചാലേ ചെമ്മീൻ്റെ തന്നെ തല ചെയ്യാൻ നമ്മൾ ഇങ്ങനെ പൊളിച്ച് കളയുക. അത് കഴിഞ്ഞ് കിട്ടുന്ന സാധനം ഇതുപോലെ മഞ്ഞളും കുരുമുളകും ഇട്ട് തിളപ്പിച്ചതിന് നേരത്തെ ചെമ്മീൻ ചെയ്തില്ലേ അതേപോലെ ചെയ്തിട്ട് സബോളയും മുളകും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക. ആദ്യം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. അതൊരു ക്രിസ്പി ടേസ്റ്റാണ് ഉണ്ടാവുക. കറുമുറ ശബ്ദമൊന്നും ഉണ്ടാകുന്നറിയില്ല, ഇഫക്റ്റ് ഉണ്ടാകും. ഉണ്ടോ കടിക്കുമ്പം ഇത് നമ്മൾ എല്ലാ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഈ സാധനം എന്തായാലും ഉണ്ടാക്കും. കാരണം ചെമ്മീൻ്റെ പണി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു വട്ടം ചെയ്ത് നോക്കിക്കോട്ടോ. ചെമ്മീൻ്റെ തല അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. തല വലിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇനി ആദ്യം നമുക്ക് തേങ്ങ കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം. എന്താ പറയാൻ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്യുന്നത് അപാര ടേസ്റ്റായിരുന്നു. ആ കുടപ്പുളിയിലും ചെറിയ പുള്ളിയിലും ആള് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നാളികേരം നമ്മൾ ചെമ്മീൻ പറയണ്ടല്ലോ, ഉപ്പും ഇതൊക്കെ കറക്റ്റായിട്ട് കേട്ടോ. മുട്ടണ്ട, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ സമയം ഒന്നും നഷ്ടാവില്ല. അപ്പം ഇനി കൂടുതൽ വർണ്ണിച്ച് ഇതൊക്കെ ചോറ് കൂട്ടിട്ട് പിടുത്തം പിടിക്കാൻ പോവാണ്. ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അത്രയും പറഞ്ഞിട്ട് വീഡിയോ മറ്റേ പറയണം സൂപ്പർ. ഓക്കെ, ഇതോടുകൂടി വീഡിയോ നിർത്തുകയാണ്. താങ്ക് ഗോഡ്.